അട്ടിമറിക്കാമെന്നും അവരുടെ എണ്ണ സമ്പത്ത് കൈവശപ്പെടുത്താമെന്നുമുള്ള അമേരിക്കൻ ഇസ്രായേൽ അജണ്ട പൊളിഞ്ഞു പാളീസാകുമ്പോൾ ലോകത്തിനു മുന്നിൽ ഇപ്പോൾ തല ഉയർത്തി നിൽക്കുന്നത് ഇറാനാണ്. ലോക സമ്പദ് വ്യവസ്ഥയെ പോലും ബാധിച്ച പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിക്കുമ്പോൾ ഇവിടെ പരാജയപ്പെടുന്നത് അമേരിക്കയും ഇസ്രായേലും തന്നെയാണ്. ഒരു ജനതയും ആ രാജ്യത്തെ സൈന്യവും ഭരണകൂടവും ഒറ്റക്കെട്ടായി മരണത്തെ പോലും വെല്ലുവിളിച്ച് നടത്തിയ പോരാട്ടമാണ് ശത്രുക്കളെ പിന്തിരിയാൻ നിർബന്ധമാക്കിയിരിക്കുന്നത് എന്നതും പറയാതെ വയ്യ. പശ്ചിമേഷ്യ ഒന്നാകെ യുദ്ധത്തിന്റെ ചുവന്ന തീജ്വാലകളിൽ ചുട്ടരിച്ച് ആയിരക്കണക്കിന് നിരപരാധികളുടെ ചോരയൊഴുക്കിയ 4 മാസത്തെ കൊടും ക്രൂരതകൾക്കൊടുവിൽ വിരാമമാകുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഭൂമിയിലെ ആ നരകതുല്യമായ നാളുകൾക്ക് അറുതി വരുത്തിക്കൊണ്ട് ഒടുവിൽ സമാധാനത്തിന്റെ ഒരു പുലരി പിറക്കുകയാണ്. പീരങ്കി ഒച്ചകളും മിസൈൽ വർഷങ്ങളും നെഞ്ചുപൊട്ടുന്ന നിലവിളികളും മാത്രം കേട്ടുശീലിച്ച ഒരു ജനതയ്ക്ക് മുകളിലേക്ക് അമേരിക്കയും ഇറാനും 60 ദിവസത്തെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചെന്ന വാർത്ത ഒരു ജീവശ്വാസം പോലെയാണ് വന്നു പതിച്ചത്. ഭയത്തോടെ മാത്രം നേരം വെളുപ്പിച്ചിരുന്ന ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് തങ്ങളുടെ കുഞ്ഞുങ്ങളെ ഇനി നെഞ്ചോട് ചേർത്തുറക്കാമെന്ന അതിതീവ്രമായ ആശ്വാസമാണ് ഈ സമാധാന ചട്ടക്കൂട് കരാർ സമ്മാനിക്കുന്നത്. ഏറെ നാളായി പരസ്പരം ചോരയും പ്രതികാരവും മാത്രം സ്വപ്നം കണ്ടിരുന്ന ഇരു രാജ്യങ്ങളും ഒടുവിൽ യുദ്ധക്കളം വിട്ട് നയതന്ത്രത്തിന്റെ മേശപ്പുറത്തേക്ക് വരുമ്പോൾ അത് കേവലം ഒരു രാഷ്ട്രീയ സമവാക്യമല്ല, മറിച്ച് വിഴുങ്ങാൻ വന്ന മരണത്തിന്റെ വക്താക്കളിൽ നിന്ന് ഒരു വലിയ ജനത സ്വന്തം ജീവിതം തിരിച്ചുപിടിക്കുന്ന ചരിത്ര നിമിഷമാണ്. ഈ സമാധാന നീക്കത്തിന്റെ ഏറ്റവും വലിയ പ്രതിഫലം കാണാൻ പോകുന്നത് ലോക വ്യാപാരത്തിന്റെ ജീവനാഡിയായ ഹോർമൂസ് കടലിടുക്കിലാണ്. 4 മാസമായി സുരക്ഷാ ഭീഷണികളെ തുടർന്ന് വലിയ തോതിൽ നിയന്ത്രണങ്ങൾ നേരിട്ടിരുന്ന ഹോർമൂസ് വീണ്ടും കപ്പലുകളുടെ സ്വതന്ത്ര സഞ്ചാരത്തിനായി തുറക്കുമെന്നാണ് സൂചന. ലോകത്തെ സമുദ്രമാർഗമുള്ള എണ്ണ കയറ്റുമതിയുടെ വലിയൊരു വിഹിതം കടന്നുപോകുന്ന ഈ കടലിടുക്ക് തുറക്കുന്നത് ആഗോള ഊർജ്ജ വിപണിക്ക് വലിയ ആശ്വാസമാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ധാരണ പ്രാബല്യത്തിൽ വന്നാൽ ഇറാനിലേക്കും തിരിച്ചുമുള്ള കപ്പൽ ഗതാഗതം സാധാരണ നിലയിലാവുകയും ആഗോള ചരക്കു നീക്കത്തിന് പുതിയ ഉണർവ് ലഭിക്കുകയും ചെയ്യും. സമാധാന ഡീലിന്റെ സൂചനകൾ പുറത്തു വന്നതോടെ ആദ്യ പ്രതികരണം പ്രകടനമായത് ക്രൂഡ് ഓയിൽ വിപണിയിലാണ്. യുദ്ധകാലത്ത് ബാരലിന് $120 വരെ ഉയർന്നിരുന്ന എണ്ണവില കുത്തനെ ഇടിഞ്ഞു. ബ്രെന്റ് ക്രൂഡും അമേരിക്കൻ വെസ്റ്റ് ടെക്സസ് ഇന്റർമീഡിയറ്റ് ക്രൂഡും വലിയ നഷ്ടം രേഖപ്പെടുത്തി. ഇത് ഇന്ത്യ പോലുള്ള എണ്ണ ഇറക്കുമതി രാജ്യങ്ങൾക്ക് വലിയ ആശ്വാസമാണ്. ഇന്ധനവിലയിലെ സമ്മർദ്ദം കുറയുകയും പണപ്പെരുപ്പം നിയന്ത്രണത്തിലാവുകയും സാമ്പത്തിക വളർച്ചയ്ക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കുകയും ചെയ്യുമെന്നാണ് വിലയിരുത്തൽ. പെട്രോൾ, ഡീസൽ, LPG, CNG തുടങ്ങിയ ഇന്ധനങ്ങളുടെ വിലയിൽ വരും മാസങ്ങളിൽ കുറവ് പ്രതീക്ഷിക്കാനും ഈ സാഹചര്യം കാരണമാകുന്നു. ഓഹരി വിപണികളും സമാധാന വാർത്തയെ ആവേശത്തോടെയാണ് സ്വീകരിച്ചത്. അമേരിക്കൻ ഫ്യൂച്ചേഴ്സ് വിപണിയിൽ ശക്തമായ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ഏഷ്യൻ വിപണികളിലും വൻ കുതിപ്പുണ്ടായി. ഇന്ത്യയിലും നിക്ഷേപകരുടെ ആത്മവിശ്വാസം വർദ്ധിച്ചിരിക്കുകയാണ്. യുദ്ധഭീതിയും എണ്ണവിലക്കയറ്റവും മൂലം സമ്മർദ്ദത്തിലായിരുന്ന വിപണികൾക്ക് സമാധാന ഡീൽ പുതിയ പ്രതീക്ഷകളാണ് നൽകുന്നത്. അതേസമയം ഡോളറിനും ബോണ്ട് വിപണികൾക്കും തിരിച്ചടി നേരിട്ടപ്പോൾ സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിലേക്കുള്ള താല്പര്യം വീണ്ടും വർദ്ധിച്ചതായും കാണുന്നു. കരാറിന്റെ ഏറ്റവും നിർണായകമായ ഭാഗം ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണ്. സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിന്റെ വലിയ ശേഖരം കൈവശമുള്ള ഇറാൻ ആണവായുധ നിർമ്മാണത്തിൽ നിന്ന് പിന്മാറണമെന്ന അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും ആവശ്യപ്പെടുകയാണ്. അതിന് പകരമായി വർഷങ്ങളായി മരവിപ്പിച്ചിട്ടുള്ള ബില്യൺ കണക്കിന് ഡോളറിന്റെ ഇറാനിയൻ ആസ്തികൾ വിട്ടു നൽകാനും എണ്ണ കയറ്റുമതിക്ക് മേലുള്ള ഉപരോധങ്ങൾ ഇളവ് നൽകാനും സാധ്യതകളുണ്ട്. അടുത്ത 60 ദിവസത്തിനിടെ നടക്കുന്ന ചർച്ചകളിലാകും ഈ വിഷയങ്ങളിൽ അന്തിമ ധാരണ രൂപപ്പെടുക. ഈ സമാധാന നീക്കത്തിൽ ഇന്ത്യക്കും പ്രത്യേക പ്രാധാന്യമുണ്ട്. ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്നതോടെ ഇന്ത്യൻ വ്യാപാരത്തിനും ഊർജ്ജ സുരക്ഷയ്ക്കും വലിയ നേട്ടമുണ്ടാകും. കഴിഞ്ഞ മാസങ്ങളിലായി പേർഷ്യൻ ഉൾക്കടലിൽ കുടുങ്ങിക്കിടന്ന ഇന്ത്യൻ LNG ടാങ്കറായ ദിശ ഹോർമൂസ് കടലിടുക്ക് കടക്കുന്ന ആദ്യ കപ്പലാകുമെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഇത് വെറും ഒരു കപ്പലിന്റെ യാത്ര മാത്രമല്ല, യുദ്ധഭീതിയിൽ നിന്ന് സാധാരണ ജീവിതത്തിലേക്കും സാമ്പത്തിക സ്ഥിരതയിലേക്കും ലോകം മടങ്ങുന്നുവെന്നതിന്റെ പ്രതീകമായി വിലയിരുത്തപ്പെടുന്നു. എന്നിരുന്നാലും ഈ ചരിത്ര കരാറിന്റെ എല്ലാ വ്യവസ്ഥകളും ഇതുവരെ പൂർണ്ണമായി ഔദ്യോഗിക ലോകത്തിന് മുന്നിൽ വെളിപ്പെടുത്തിയിട്ടില്ല. വരും ദിവസങ്ങളിൽ ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതികളിൽ എത്രത്തോളം വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകുമെന്നതും അമേരിക്കയും സഖ്യരാജ്യങ്ങളും വാഗ്ദാനം ചെയ്തിട്ടുള്ള സാമ്പത്തിക ഉപരോധ ഇളവുകൾ എത്രത്തോളം സുതാര്യമായി നടപ്പാകുമെന്നതും ഇപ്പോഴും ലോകത്തിനു മുന്നിൽ നിർണായകമായ ചോദ്യമായി അവശേഷിക്കുകയാണ്. എങ്കിലും മുൻപ് പലതവണ ചരിത്രകാരന്മാരും ലോക നേതാക്കളും ആവർത്തിച്ച് പറഞ്ഞതുപോലെ യുദ്ധത്തിന്റെ കനൽപാതകൾക്കൊടുവിൽ ഇവിടെയും സത്യം തന്നെ ജയിച്ചിരിക്കുകയാണ്. നയതന്ത്രത്തിന്റെയും സമാധാനത്തിന്റെയും വഴി തന്നെയാണ് ശാശ്വതമെന്ന് കാലം ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു. ഇത് കേവലം അമേരിക്കയുടെയോ ഇറാന്റെയോ മാത്രം വിജയമല്ല, മറിച്ച് യുദ്ധഭീതിയുടെ നിലയിൽ ശ്വാസം അടക്കി പിടിച്ചു നിന്ന ലോകം ഒന്നടങ്കം നെഞ്ചോട് ചേർക്കാൻ ആഗ്രഹിച്ച സുന്ദരമായ ഒരു പര്യവസാനമാണ്. 4 മാസത്തെ ചോര കണ്ണീരിനും കനത്ത അനിശ്ചിതത്വങ്ങൾക്കും ശേഷം വിദ്വേഷത്തിന്റെ തോക്കുകൾ താഴെ വെച്ച് പശ്ചിമേഷ്യ സമാധാനത്തിന്റെ ഒരു പുതിയ പുലരിയിലേക്ക് കാൽ വെക്കുമ്പോൾ ഭൂമിയിലെ സകല മനുഷ്യരുടെയും പ്രതീക്ഷകൾക്ക് വീണ്ടും ജീവൻ വെക്കുകയാണ്. യുദ്ധമല്ല,
ശാന്തിയാണ് പ്രകൃതിയുടെ അന്തിമ നിയമമെന്ന വലിയ സത്യത്തോടെ ഈ ചരിത്രത്തിൽ ലോകത്തിന് പുതിയൊരു നാളെ സമ്മാനിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം.